ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനും ഇതേ ഒരാളും കൂടി ഉണ്ട്, നേഹ മോള്. ഞങ്ങൾ രണ്ടുപേരും കൂടി കടയിൽ പോകാൻ പോകല്ലേ. കടയിൽ പോയിട്ട് ചിക്കൻ വാങ്ങാനുണ്ട്, കുറച്ച് ഗ്രോസറീസ്, മുട്ട, പഴം, ഉള്ളി, അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് വരും. അതാ ചോക്ക് പോലെ നല്ല രസമുണ്ടല്ലേ ആ ചിത്തി കാണാൻ. അങ്ങനെ കാണുമ്പോ നല്ല രസമുണ്ട്. ഇത് എന്താ കരുളായി പുല്ലഞ്ചേരി റോഡാട്ടോ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏനാന്തിയിലോട്ടാണ്. ഏനാന്തി കട ഉണ്ടാവുമോന്നൊന്നും അറിയത്തില്ല, പോയി നോക്കാം. ഞായറാഴ്ച ആയതുകൊണ്ട് ചിലപ്പോഴേ കട കാണും. കുറെ ദൂരം ഉണ്ട് കേട്ടാ. ഇല്ല കേട്ടോ, ഇവിടെ അടുത്ത് തന്നെ. നമ്മളെത്താറായി. വണ്ടി ഓഫാക്ക്. അതെന്താ നമ്മുടെ കടയെത്തി. ചിക്കൻ കട പറഞ്ഞു, ചിക്കൻ കട വന്നു. അപ്പോൾ ഞങ്ങളിതേ ഇവിടെ ചിക്കൻ കടയുടെ അവിടെ എത്തി. ചിക്കൻ മേടിച്ചിട്ട് വരും. വെട്ടി വെക്കാവോ? ഞാൻ അപ്പുറത്തെ കടയിൽ നിന്ന് സാധനം മേടിക്കും. ആ, അത് വെട്ടി വെച്ചാൽ മതിയേ. അല്ല, ബിരിയാണി കട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ജംഗ്ഷൻ കേട്ടോ, ഏനാന്തി എന്ന് പറയും. ഇവിടെ നമുക്ക് ഒരു 3 കടകളുണ്ട്. പിന്നെ പള്ളി, ക്രിസ്ത്യൻ പള്ളി ആണെങ്കിലും കുറച്ച് അപ്പുറത്തോട്ടുണ്ട്, മുസ്ലിം പള്ളിയുണ്ട്, ഈ ബാർബർ ഷോപ്പുണ്ട്. അങ്ങനെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. ഇവിടെ തന്നെ ചിക്കനും പലചരക്കും എല്ലാം കിട്ടും. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ടില്ല. കഴിക്കുന്നതിന് മുമ്പേ തന്നെ നേഹമോളയും കൊണ്ട് ഞാൻ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഈ ജംഗ്ഷനിലോട്ട് വന്നിട്ടാണുള്ളത് കേട്ടോ. കാരണം ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചിക്കൻ വാങ്ങണമല്ലോ, അപ്പോൾ അങ്ങനെ വന്നിട്ടാണുള്ളത്. പിന്നെ ഞായറാഴ്ച രാവിലെ ആയതുകൊണ്ട് ഈ ഒരൊറ്റ കട മാത്രമേ ഇവിടെ തുറക്കത്തുള്ളൂ കേട്ടോ. കാരണം അപ്പുറത്തെ 2 കടകളും ക്രിസ്ത്യൻസിൻ്റെയാണ്. അപ്പോൾ അവർ തുറക്കത്തില്ല, പള്ളിയിലൊക്കെ പോകുന്ന സമയമല്ലേ. അങ്ങനെ ഈ ഒരു കടയിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ സാധനം മേടിക്കുന്നത്. അല്ലെങ്കിൽ അപ്പുറത്ത് സൂപ്പർ മാർക്കറ്റ് പോലെ വലിയൊരു കടയുണ്ട്, അവിടെ നിന്നായിരുന്നു സ്ഥിരം മേടിക്കുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ നിന്നാണ് വാങ്ങുന്നത്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എനിക്ക് ചുമയും ശ്വാസം മുട്ടലും ഒക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഇടയ്ക്കൊരു ഇത് വരുന്നത്. അങ്ങനെ ഇതാ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. എന്താ മിഠായിയാണോ കാണിച്ചു കൊടുക്കുന്നത്? എനിക്ക് ബെൽറ്റ് ഊരിത്തരാം. ബെൽറ്റ് ഇട്ടിട്ടാട്ടോ കൊണ്ടുപോകല്. ബെൽറ്റ് ഊരിട്ട ഡോറും തുറന്നേരം ഇറങ്ങിക്കാം. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ വീട്ടിൽ കാണിച്ചു തരണ്ടേ. നല്ലോണം വിയർത്ത് നിന്ന് ഭയങ്കര ചൂട്. ഇന്നലെയൊക്കെ നല്ല മൂടലായിരുന്നു, പക്ഷെ ഇന്ന് നല്ല വെയിലും ചൂടും. ഒന്ന് ഫ്രഷ് ആവട്ടെ കേട്ടോ.
രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കടലക്കറി ഗ്യാസിൻ്റെ പുറത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന ചിക്കന് കഴുകി ക്ലീനാക്കിയിട്ട് കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ ഒന്ന് മസാല വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഉപ്പും മഞ്ഞളും കുരുമുളകും ഒക്കെ ഇട്ടൊന്ന് വേവിക്കാൻ വയ്ക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കൂടുതൽ മസാലപ്പൊടിയൊന്നും ഇല്ലാതെ കുക്കറിലൊക്കെ ഇട്ട് വേവിക്കുന്ന സമയത്തൊരു വല്ലാത്ത സ്മെല്ല് വരുമല്ലോ. വല്ലാത്തെന്ന് പറയാൻ പറ്റത്തില്ല, ചിലർക്ക് അത് ഇഷ്ടമായിരിക്കും. പക്ഷേ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ബീഫോ ചിക്കനോ ഒക്കെ ഇങ്ങനെ വേവിക്കുമ്പോൾ വരുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ വേവിക്കുമ്പോൾ തന്നെ കുറച്ച് കൂടുതൽ കറിവേപ്പില അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയും, അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് നമുക്ക് മാറിക്കിട്ടും. നല്ലൊരു സ്മെല്ലായിരിക്കും ഇത് വിസിലടിക്കുന്ന സമയത്തൊക്കെ കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇക്ക എഴുന്നേറ്റപ്പോൾ പറഞ്ഞു ഇക്കാക്ക് നൂഡിൽസ് മതിയെന്ന്. അങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമ്മുടെ ചിക്കനുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് ഇക്കയും മോളും കൂടി ഭയങ്കര ബഹളാട്ടോ. രണ്ടുപേരും ഇക്ക ഇങ്ങനെ സൺഡേയിലൊക്കെ നേരത്തെ എഴുന്നേൽക്കുന്നതായതുകൊണ്ട് അവൾ ഭയങ്കര അലമ്പായിരിക്കും. രണ്ടുപേരും കൂടി കളിയും അതിനിടക്ക് ബഹളവും ഒക്കെ ആയിട്ട്. അപ്പോൾ അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇക്കാക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് കേട്ടോ. നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു 2-2:30 ആകുമ്പോൾ തുടങ്ങും. പക്ഷെ മോള് അലമ്പാക്കുന്നത് കൊണ്ട് ഇക്ക വൈകിട്ടേ ഇരിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ രാത്രിയിൽ കോളുണ്ടാവും. അത് കഴിഞ്ഞ് 2 മണി ചിലപ്പോൾ 12 മണി വരെയൊക്കെ നീളും വർക്ക്. അതെല്ലാം കഴിഞ്ഞ് ഇക്ക കിടക്കുന്നതൊക്കെ പുലർച്ചെ സമയത്തൊക്കെ കേട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞ ഉടനെ കയറി കിടക്കത്തൊന്നുമില്ല. ഇച്ചിരി നേരം റിലാക്സ് ആയിട്ടൊക്കെ കയറി കിടക്കത്തുള്ളൂ. വീക്കെൻഡ് ശനിയും ഞായറും ഇക്കാക്ക് ലീവാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ നേരത്തെ എഴുന്നേക്കും. അപ്പോൾ അന്നാണല്ലോ അവളുടെ ഉപ്പച്ചിയെ കിട്ടുന്നത്. അപ്പോൾ അന്ന് ഭയങ്കര മേളാങ്കമായിരിക്കും ഇവിടെ. ഭയങ്കര ബഹളവും കളിയും ചിരിയും പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് അങ്ങനെ പോകും അവരുടെ ഒരു ദിവസം. പിന്നെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇക്ക ഉച്ചയ്ക്കൊക്കെ എഴുന്നേക്കാവേ. ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഞങ്ങൾ കൂടെ ഉണ്ടാവത്തില്ല. ഉച്ചയ്ക്ക് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇക്കാക്ക് ബ്രഞ്ചാണ്. ഞങ്ങൾ രാവിലെ കഴിച്ചത് എന്താണോ ഉച്ചയ്ക്ക് ഇക്ക അത് കഴിക്കും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത് ഉച്ചയ്ക്കാണ്. എന്നിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വർക്കിനിരിക്കും. അങ്ങനെയൊക്കെ. മറ്റേ ബനാന ചിപ്സ് കഴിക്കാറ്. ചോറ് കഴിച്ചതുപോലെ. അപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് ഓയിലൊക്കെ ഒഴിച്ചിട്ട്, ഞങ്ങൾ ഇവിടെ എപ്പോഴും സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഈ കറിയൊക്കെ താളിക്കാൻ മാത്രമൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കാറുള്ളൂ. അപ്പം അല്ലാത്തതിനെല്ലാം സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സവോളയും തക്കാളിയും കറിവേപ്പിലയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് മസാല ഉണ്ടാക്കാൻ നിൽക്കുവാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചിലപ്പോൾ ഞാൻ കുത്തുകല്ലിലിട്ടിട്ട് ചതച്ചിട്ടിടും. ഇന്നിപ്പോൾ മിക്സിക്കകത്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ടാണ് കേട്ടോ ഇടുന്നത്. എൻ്റെ മൂഡനുസരിച്ചിരിക്കും. ചിലപ്പോൾ മടി തോന്നിക്കഴിഞ്ഞാൽ വേഗം കുത്തുകല്ലിലിട്ട് ഒന്ന് കുത്തിയെടുക്കത്തേ ഉള്ളൂ. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ 24 ന്യൂസാണ്. ഞാൻ എഴുന്നേറ്റ് വന്ന ഉടനെ ഞാൻ മോർണിംഗ് ഷോ കാണും. അതുപോലെ തന്നെ ഇക്ക എഴുന്നേറ്റ് വന്നാൽ എപ്പോഴാണെങ്കിലും കുറേ സമയത്തേക്ക് 24 ന്യൂസ് ഇടും കേട്ടോ. അങ്ങനെ അതിവിടെ മസ്റ്റാണ്. പിന്നെ നമ്മുടെ ഏത് കറിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മിസ്സാവുന്നൊരു കാര്യം ചുമന്ന കളറായിരിക്കും കേട്ടോ. ഞങ്ങൾ മുളക് ഉപയോഗിക്കത്തില്ല, വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുള്ളൂ. കാശ്മീരി ചില്ലിയൊക്കെ ഒരു 100 ഗ്രാം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു മാസത്തിനപ്പുറമൊക്കെ ഉപയോഗിക്കും കേട്ടോ. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ഞങ്ങൾ എത്രത്തോളം മുളക് ഉപയോഗിക്കുന്നുള്ളത്. അതിന് പകരം നമ്മുടെ ടാറ്റാ സംപന്നിൻ്റെ ഒരു മസാലയുണ്ട്, മാജിക് മസാല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിനകത്തും ഇടാം, ഒരു വെജിറ്റബിൾ മസാല പോലെയൊക്കെയാണ്.
അപ്പോൾ അത് ഞങ്ങളിവിടെ ഉപയോഗിക്കും. അതിന് വലിയ എരിയൊന്നുമില്ല, ഒരു ടേസ്റ്റും കിട്ടും. അതുപോലെ ഞങ്ങൾ പച്ചമുളക് വാങ്ങിക്കത്തേ ഇല്ല. തോരനൊക്കെ വെക്കുമ്പം വെറുതെ വെക്കുക ചെയ്യുക കേട്ടോ. പച്ചമുളക് കുരുമുളകോ ഒന്നും എടുത്തില്ല. മുളക് ഇക്കാക്ക് പിടിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾക്കും അത് ശീലമായിട്ട് ഇപ്പം പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് എരിയൊന്നും ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഇത്തായൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പറയും, ഇവിടെ വന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു എന്ന് തോന്നത്തില്ല, ഒരു എരിയും ചൊടിയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചിലപ്പം ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കും. അങ്ങനെ ദേ നമ്മൾ ചിക്കനിൽ മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇട്ടില്ലേ, അതാണ് ഞാൻ ഈ പറഞ്ഞ ടാറ്റാ സമനിൻ്റെ സ്പെഷ്യൽ മസാല കേട്ടോ. അത് എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവും. അതിന് വലിയ എരിയൊന്നുമില്ല, പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല മണവും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ടാണ് ഞങ്ങൾ ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് നമ്മുടെ ചിക്കനും കൂടി ഒന്ന് തട്ടിക്കൊട്ടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ മസാല റെഡി ആയിട്ടോ. പിന്നെ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതല്ലല്ലോ അല്ലേ പണി, അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് ആണ്. അപ്പോൾ ബാക്കിയായിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളും കട്ടിംഗ് ബോർഡും എല്ലാം ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതെല്ലാം കഴുകി വെച്ചും ഒക്കെ ഫ്രീ ആയി കഴിഞ്ഞാൽ പകുതി പണി കഴിഞ്ഞതുപോലെയാണ്. അപ്പോൾ നമുക്ക് 2 അടുക്കള ആയതുകൊണ്ട് ഇപ്പോൾ കുക്ക് ചെയ്യുന്ന അടുക്കളയിൽ വാഷ് ബേസിൻ ഇല്ല കേട്ടോ. അപ്പുറത്തെ അടുക്കളയിലാണ് ക്ലീനിങ്ങും പരിപാടിയൊക്കെ നടക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയി കേട്ടോ. നമ്മളൊന്നും പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കുന്നില്ലേ, ഈ മസാല ഇനി പപ്പടം വറുക്കണം. കാരണം നമ്മുടെ ചോറെന്ന് പറയുന്നത് നെയ്ച്ചോറ് പോലെ വറ്റിച്ച് വെക്കുന്നതല്ലേ. അപ്പോൾ ഈ ഒരു മസാലയും പപ്പടം വറുത്തതും മാത്രം മതി കിട്ടുന്നു. വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല. മടി ഇനി നമുക്ക് തീ ഓഫാക്കാം. ഓക്കേ, ഇനി ഒരു പപ്പടം വറുക്കണം. ഇവിടെ മൊത്തത്തിലൊന്ന് അടിച്ചു തുടച്ചിടണം. അതോടുകൂടി ഇന്നത്തെ പണി തീരും. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരാം കേട്ടോ. അങ്ങനെ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി എല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം ഞാൻ നമ്മുടെ തറയൊക്കെ ഒന്ന് തൂത്തെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് ഇങ്ങനെ നീളത്തിൽ കിടക്കുവാണ്. പണ്ടത്തെ ഒരു മോഡൽ വീടല്ലേ, 30 വർഷം പഴക്കമുണ്ട് പോലും ഈ വീടിന്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് തൂത്ത് ക്ലീനാക്കി എടുക്കുവാണ്. ഇവിടെ രാത്രിയിൽ നമ്മൾ ലൈറ്റ് ഇട്ട് വെക്കും, നേരം വെളുക്കുവോളും. അപ്പോൾ ഇങ്ങനെ ഈ ചെറിയ പ്രാണികളും ഒക്കെ വീണിട്ട് അത്യാവശ്യം സാധനങ്ങളും ഉണ്ടാവും കേട്ടോ തൂത്തുകളി. അല്ലാതെ വേറൊരു ഇതും ഉണ്ടാവില്ല. ഈ പ്രാണികൾ, പിന്നെ കോട്ടന്മയില്ലേ ചെള്ള്, അതുണ്ടാവും. ഇവിടെ ഭയങ്കര ശല്യമാണ്. അപ്പോൾ നമ്മൾ എയർ ഹോളിനൊക്കെ നെറ്റടിച്ചേക്കുക. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം പിന്നെ വേറെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഇത് ഞായറാഴ്ച ദിവസം എടുത്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ദിവസമാണ് നമ്മൾ വൈകിട്ട് എടക്കര കാർണിവലിന് പോയ വ്ളോഗ് നേരത്തെ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു ദിവസം വൈകിട്ട് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.